രാഷ്ട്ര സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും യുക്രൈന്റെ പ്രഥമ വനിത ഒലേന സെലൻസ്കിയും. കീവിലെ സെന്റ് സോഫിയ കത്തീഡ്രലായിരുന്നു വികാരനിർഭരമായ പ്രാർത്ഥനാ നിമിഷങ്ങൾക്ക് വേദിയായത്. സോവിയറ്റ് ആധിപത്യത്തിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ 31 വർഷങ്ങൾ തികയുന്ന ദിനത്തിലായിരുന്നു സെലൻസ്കിയും ഒപ്പം ഒലേന സെലൻസ്കിയും രാജ്യത്തിനായി പ്രാർത്ഥിക്കാൻ കത്തീഡ്രലിൽ ആഗതരായത്. ഫെബ്രുവരി 24 ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിന് 6 മാസങ്ങൾ പിന്നിടുന്ന ദിനത്തിലായിരുന്നു ഇക്കുറി സ്വാതന്ത്ര്യ ദിനാചരണം എന്നതും ശ്രദ്ധേയം. കീവിന്റെയും യുക്രൈന്റെ മെട്രോപൊളിറ്റൻ എപ്പിഫാനി സെർജിയോ പെട്രോവിക് ഡുമെൻകോ, യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ തലവൻ ആർച്ച് ബിഷപ്പ് സ്വാറ്റോസ്ലവ് ഷെവ്ഷുക് എന്നിവരും കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനകളിൽ സന്നിഹിതരായിരുന്നു. അതേസമയം ശക്തമായ ചെറുത്തുനിൽപ്പിനിടെ യുദ്ധസാഹചര്യങ്ങൾ പരിഗണിച്ച് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നു. 972 കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരെ മരണത്തിലേക്ക് തള്ളിവിട്ട യുദ്ധം അറുതിയില്ലാതെ തുടരുമ്പോൾ രാഷ്ട്രത്തിന്റെ തലവൻ ഉയർത്തുന്ന പ്രാർത്ഥനയുടെ ദൃശ്യങ്ങൾ ആഗോള ശ്രദ്ധ നേടുകയാണ്.